സമന്വയം എന്ന് നമ്മൾ പറയുമ്പോൾ ആ വാക്ക് തന്നെ പറയുന്നത് പോലെ സമമായിട്ട് ഭൗതിക വിദ്യാഭ്യാസവും ദീനീ വിദ്യാഭ്യാസവും അന്വയിപ്പിച്ചുകൊണ്ടുള്ള അഡ്വാൻസ്ഡ് കോഴ്സ് അത് കുറേയും കൂടി പോപ്പുലറായിരിക്കും, ജനകീയമായിരിക്കും. അതും നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. സമന്വയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, ഭൗതിക അറിയണ നല്ലൊരു പണ്ഡിതൻ, അല്ലാതെ പിന്നെ ദീന അറിയണ ഒരു ഭൗതികൻ എന്നുള്ളതല്ല. ഇന്നിപ്പോൾ നമ്മളെ കുട്ടികൾ മനസ്സിലാക്കുന്നത് ദീനിയായ വിദ്യാഭ്യാസത്തിനേക്കാൾ അധികം ഭൗതിക വിദ്യാഭ്യാസത്തിന് സ്ഥാനം കൊടുക്കുക എന്നുള്ളത്. ഒരുത്തനൊരു ഭൗതികനാക്കാൻ നമ്മൾ വലിയ പ്രേരണയൊന്നും കൊടുക്കണ്ട. അവൻ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് പോകും. പിന്നെ ശൈത്താനിയാവുന്ന ഒന്നുകൂടി ഉണ്ടാവും. അപ്പം നമ്മൾ ഈ കുട്ടികൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ചെറിയ കുട്ടികൾ നമ്മളെ അടുത്ത് വരികയാണെങ്കിൽ അവരെ എപ്പോഴും നമുക്ക് പാകപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയും. അപ്പം ദീനിൻ്റെ ചിട്ടകൾ അവരെ വസ്ത്രധാരണയിലും അതുപോലെ ഏത് ചെറിയ ചെറിയ ശരയ്യാവുന്ന ആദാബുകളൊക്കെ പഴയ കാലത്ത് ഉസ്താദന്മാരങ്ങനെയാണ്. ആദാബുകളൊക്കെ വളരെയധികം ഓലെ കൊണ്ട് ശീലിപ്പിച്ച് ഒതുണ്ടാക്കുമ്പോൾ തന്നെ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്, അപ്പോൾ മിസ്വാക്ക് ചെയ്യാൻ സുന്നത്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തത് പ്രായോഗികമായിക്കാണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് വക്ത് കടക്കണതിന് മുമ്പ് തന്നെ നിസ്കാരത്തിന് വേണ്ടി തഹയ്യൂഹ് ചെയ്ത്, ഇനി വക്ത് കടന്നാൽ തന്നെ ആ കടന്ന ഉടനെ തന്നെ പോയിട്ട് ഒതുണ്ടാക്കി സുന്നത്ത് കേൾപ്പിച്ച്, ഇങ്ങനെയൊക്കെ കുട്ടികൾ ആവശ്യമാവുന്ന ചില ദിക്റുകളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് നല്ല ആത്മീയതയിലായിട്ട് അവരെ വളർത്തുക. നിങ്ങൾ ഭൗതികരാവാൻ വേണ്ടിയിട്ടല്ലത്, നിങ്ങൾ വലിയ പണ്ഡിതന്മാരായതുകൊണ്ട് നിങ്ങളെ ഇൽമു ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടം ഇങ്ങനത്തെ ഒരു കാലഘട്ടം ആയതുകൊണ്ട് നിങ്ങളെന്താക്കണം, ഇപ്പം IT യുഗമാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്നതായ പല ശാസ്ത്ര സാങ്കേതിക വിദ്യകളും നിങ്ങൾക്ക് ഉണ്ടാവണം. അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയണം. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ചെന്നാൽ നിങ്ങൾ ആരാവാൻ പാടില്ല, അവിടെ ഒന്നും അറിയാത്തവനാവാൻ പാടില്ല. ഒരു ഇംഗ്ലീഷുകാരനോട് നിങ്ങൾ സംസാരിക്കാൻ അറിയാത്തവനാവാൻ പാടില്ല. അപ്പം എല്ലാ ഭാഷയും പഠിക്കണമൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ ദീനിന് ഉപയോഗിക്കും.